2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചി ആർട്ട് കളക്ടീവിന്റെ നേതൃത്വത്തിൽ മയ്യയുടെ കഥാകാരൻ M. മുകുന്ദനെ ആദരിച്ചു. മയ്യയുടെ കഥാകാരൻ M. മുകുന്ദന് പൈതൃക ഫോർട്ട് കൊച്ചിയുടെ ആദരവ്. കൊച്ചിൻ കളക്ടീവിന്റെ നേതൃത്വത്തിലാണ് M. മുകുന്ദന് ആദരവൊരുക്കിയത്. വായനക്കാരുമായുള്ള സംവാദവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നിരവധി കഥാകാരന്മാരെ സൃഷ്ടിച്ച ഡൽഹിയെക്കുറിച്ചുള്ള വായനക്കാരുടെ ചോദ്യത്തിന് കഥാകാരന്മാരെ സൃഷ്ടിച്ച ഡൽഹി ഇന്ന് ക്രിമിനലുകളുടെയും അഴിമതിക്കാരെയും സൃഷ്ടിക്കുന്ന കേന്ദ്രമായി മാറിയെന്നായിരുന്നു M. മുകുന്ദന്റെ മറുപടി. പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ എഴുതുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ സർഗാത്മകത ഉണ്ടാകണം, നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് എഴുതാൻ കഴിയില്ല. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ, അത് കിട്ടുന്നത് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്തവരാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മാലിന്യം നടക്കുന്ന കലാപങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളും ഫ്രഞ്ചുകാരുടെ എനിക്ക് 5 വയസ്സ് മറ്റുള്ളപ്പോഴാണ് പിന്നെ അവിടുത്തെ സ്വാതന്ത്ര്യ പോരാളികളിൽ ഈ ഫ്രഞ്ചുകാരുടെ ഓഫീസൊക്കെ കൈയൊഴി ഫ്രഞ്ച് പതാക പിന്നെ തീ കൊടുത്തു. അപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോഴും ഫ്രഞ്ച് പട്ടാളം അവിടെ വന്നിറങ്ങുന്നു, ആളുകൾ മുഴുവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഫ്രഞ്ച് പട്ടാളം വരുമ്പോൾ ഒരു മനുഷ്യനവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇത് പറയുന്നതിൽ വേദനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ മനുഷ്യനെക്കുറിച്ച് എഴുതാൻ കഴിയില്ല, ചെറിയ മനുഷ്യനെക്കുറിച്ച് എഴുതി വലിയ നോവലുകൾ സൃഷ്ടിക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്നും ഡൽഹി എന്ന നോവലിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. എഴുത്തുകാരനാകാൻ എളുപ്പമാണ്, അത് തുടരുക എന്നതാണ് പ്രയാസം. സംഭവത്തിൽ CIC ജയചന്ദ്രൻ മോഡറേറ്ററായിരുന്നു. സ്റ്റീഫൻ റോബർട്ട് സ്വാഗതം ആശംസിച്ചു. ആദരിക്കൽ ചടങ്ങ് KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. MK സാനുമാഷ് M. മുകുന്ദനെ ആദരിച്ചു. ബിജു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജോൺ ഫെർണാണ്ടസ്, KJ സോഹൻ, ബോണി തോമസ്, ഡോക്ടർ പൂർണിമ C. നാരായണൻ, പ്രിയ S, NS ഷാജി, സന്തോഷ് ടോം എന്നിവർ സംസാരിച്ചു. മനസ്സിലേക്ക് ഇട്ട് തന്നത് M. മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആ തലമുറ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ലൈബ്രറിയിൽ നിന്ന് 2 പേരും ടീച്ചേഴ്സാണ്. അപ്പോൾ അമ്മയുടെ ടേസ്റ്റിലുള്ള പുസ്തകങ്ങളാണ് എനിക്കെപ്പോഴും വായിക്കാൻ കിട്ടിയിരുന്നത്. അപ്പോൾ അതിൽ നിറയെ ഉണ്ടായിരുന്നത് ഞാൻ തലമുറകളെ കുറിച്ച് ഡൽഹിയിൽ വന്നത് ഇപ്പോഴും നടന്നു പോകുമ്പോൾ പിന്നെ ആകെ ഹിപ്പി ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഇല്ല കുറച്ച് ഹിപ്പി പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു കാലഘട്ടം. അപ്പോഴെനിക്ക് തോന്നി ഈ തലമുറ അല്പം വളർത്തുമ്പോൾ ഹിപ്പി എന്ന് വിളിക്കുന്നു. അങ്ങനെ കുറേ അറിയാൻ അപ്പോഴേ എന്താണ് അവർ പറയാനുള്ളത്. അത് ആ കാലത്ത് ഈ നിയമങ്ങൾ ലംഘിക്കാനും ഈ യുദ്ധത്തിന് താല്പര്യമുണ്ട്. എല്ലാ നിയമങ്ങളെയും ലംഘിക്കുവാനും. പക്ഷെ അത് ഒരു നെഗറ്റീവായ അർത്ഥത്തിലല്ല. ചില മാനദണ്ഡങ്ങൾ ഇപ്പം തലമുറ അല്പം വളർത്തിയെടുത്ത പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടക്കുവാനുള്ള ഒരു താല്പര്യം. നിരവധി സംഘടനകൾ M. മുകുന്ദന് ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.